പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? എന്താണ് ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? എന്താണ്? അപ്പോൾ പലരും പറയും, എന്താണ് വ്യത്യാസമാക്കുന്നത്? ഉടുപ്പിടിയിലാണോ? വെള്ള ഇടുന്നതാണോ? അതോ വലിയ പെരുന്നാളുകൾ നടത്തുന്നതാണോ? അതോ വിശുദ്ധി ഏർപ്പാട് മുതലായവ ചിന്തിച്ചിട്ട് അവനവനിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണോ? എന്താണ്? ഈ പുസ്തകം എടുത്ത് വശത്ത് വെച്ചിങ്ങനെ നടക്കുന്നതാണോ? അതോ ഈ തെരുവുകൾ തോറും നടന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണോ? വിധിക്കുന്നതാണോ? എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ വ്യത്യസ്തരാക്കുന്നത്? എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ കോറ്? പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് മനഃപൂർവമായിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ മറച്ചു കളയുന്ന ഒരു കാര്യമാണ് എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന്. നമ്മുടെ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകർക്ക് നൽകാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പം എന്താണ് ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള മതങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും? സ്നേഹം എന്നതാണ് ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ എഴുതുന്നത്. ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ച വളരെ വ്യത്യസ്തമായ തന്നെ പഠിപ്പിച്ചത് 2:2 അദ്ദേഹം പറഞ്ഞത് 2 നിയമങ്ങളാണ് വച്ചത്. അതായത് എന്തൊക്കെയാ? 10 പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലല്ല കർത്താവ് പറഞ്ഞത്. 2 നിയമമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ദൈവം സ്നേഹമാകുന്നു, സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8 അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമാണ്. ആ ദൈവ സ്നേഹം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ 3.5 വർഷത്തെ തൻ്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തെ പറ്റിയാണ്. സ്നേഹം പ്രതിബന്ധങ്ങളെ അറിയുന്നില്ല, സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേ. അതുകൊണ്ടാണ് ആത്മാവായിരുന്നവൻ താൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു നമ്മളോടൊപ്പം. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ സുവിശേഷമാണ് അറിയിച്ചത്. അതെ, കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. എന്തുകൊണ്ട്? അവൻ അത്രയോളം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹത്തിനേക്കാൾ വലിയ സുവിശേഷം ഇല്ല എന്ന് അവൻ നമ്മളെ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. അവൻ്റെ കുരിശുമരണത്തോളം നമ്മെ സ്നേഹിച്ചു. താൻ കുരിശിലായിരിക്കുമ്പോൾ പോലും കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാ പറഞ്ഞത്. അപ്പോൾ സ്നേഹം യാതൊന്നിനെയും കണക്കിടുന്നില്ല. നമ്മുടെ പിഴകളെ സ്നേഹം കണക്കിടുന്നില്ല. നമ്മുടെ അകൃത്യങ്ങളെ സ്നേഹം
കണക്കിടുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത്. ഇവിടെ പലരും നമ്മൾ സ്നേഹത്തെക്കാൾ ഉപരി ക്രിസ്ത്യാനികൾ സ്നേഹത്തെക്കാൾ ഉപരി ഭയത്തെയാണ് നൽകുന്നത്. ദൈവസ്നേഹത്തിന് ഉപരിയായി ദൈവഭയത്തെ പറ്റി പ്രസംഗിക്കുന്നവരാ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് 365 പ്രാവശ്യം നമ്മുടെ ബൈബിളിൽ കാണാം, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും പറയുന്നതാണ് ഭയപ്പെടേണ്ട. അങ്ങനെ ഭയപ്പെടേണ്ട, നിങ്ങൾ സ്നേഹത്തിൽ വർത്തിക്കുവിൻ. അന്യർ നിങ്ങളെ എങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതുപോലെ അവർക്ക് ചെയ്യുവീൻ എന്ന് പഠിപ്പിച്ച ഒരു കർത്താവിന്റെ ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരെ പിൻപറ്റുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ദൈവഭയത്തെ പറ്റിയാണ്. ഭയത്തിലൂടെ ഉളവാകുന്നത് ബഹുമാനമല്ല, ഭയത്തിലൂടെ ഉളവാകുന്നത് വെറുപ്പാണ്. എന്നാൽ സ്നേഹത്തിലൂടെ ഉളവാകുന്നത് ബഹുമാനമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും. ആ ബഹുമാനം ആണ് നമ്മളോട് മറ്റുള്ളവർ, ഇവിടെ ഉണ്ടായിരുന്ന യാഥാസ്ഥിതികരായ ക്രിസ്ത്യാനികളോട് മറ്റുള്ളവർക്കുണ്ടായിരുന്നത് ആ ബഹുമാനമാണ്. അവന്റെ ജീവിതത്തിലൂടെ, അവന്റെ നാനാവിധമായ അവന്റെ ജീവിത തുറകളിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ ക്രിസ്ത്യാനി വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പാശ്ചാത്യ സുവിശേഷം ഈ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് നഷ്ടമായതും അതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് ദൈവഭയത്തെ പറ്റിയാണ്. പിന്നെ യേശു നീ ഇന്ന് പറഞ്ഞതുപോലെ കേട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ നിന്നെ പിടിച്ച് വറക്കാനിടും, നിന്നെ പിടിച്ച് തൊലിയുരിച്ച് നിന്നെ വറുത്ത ചട്ടിയിലിട്ട് പുഴുങ്ങും, പിന്നെ നിന്നെ പുഴുവെല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് തീക്കകത്ത് നിന്നെ പുഴുവിനെ കൊണ്ട് കടിപ്പിക്കും. അങ്ങനെ ഒരു സുവിശേഷമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിനേക്കാൾ ഉപരിയായി ദൈവഭയം. ഈ ദൈവഭയം പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞതല്ല. ഇത് ദൈവഭയം പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ അടിമകളാക്കി വയ്ക്കണം എന്നുദ്ദേശിക്കുന്ന ആൾക്കാരാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും, സ്നേഹം അത് കണക്കിടുന്നില്ല, ഇത് കണക്കിടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ട്. നമുക്ക് 1 കൊരിന്ത്യർ 13 അധ്യായത്തിലൊക്കെ ഇങ്ങനെ നെടുനീളം ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തെ പറ്റി, യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തെ പറ്റി വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഈ പ്രസംഗങ്ങളിലൂടെ കേൾക്കാൻ കഴിയുന്നത്. നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മുഴുവൻ എന്താണ്? പേടിപ്പിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന സുവിശേഷമാണ്. അപ്പം അതുകൊണ്ട് അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിലേക്ക് ചുരുങ്ങുകയാണ്. നമ്മൾക്ക് നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ അയൽവാസികളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ അയൽവാസികളോടൊപ്പം ചേർന്നിട്ട് അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന സന്തോഷങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുന്നില്ല. നമ്മളുടെ സന്തോഷങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിലേക്ക് ചുരുങ്ങുകയാണ്. ക്രിസ്തു പറഞ്ഞത് അങ്ങനെയല്ല. ക്രിസ്തു നമ്മൾ സ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലാനാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. നിന്റെ അയൽവാസി കഷ്ടതയിലാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടിലാണെങ്കിൽ അവനെ സഹായിക്കാൻ ഒന്നുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പഠിപ്പിച്ച ഒരു ക്രിസ്തുവാണ്. അങ്ങനെ സ്നേഹത്തിലൂടെ ലോകത്തെ നേടുവാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് സ്നേഹത്തെ പറ്റിയല്ല, ദൈവസ്നേഹത്തെ പറ്റിയല്ല, പകരം ദൈവഭയത്തെ പറ്റിയാണ്. കർത്താവായ യേശു ക്രിസ്തു
പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടുന്നതിന്, നാം ഒന്നായിരിക്കേണ്ടുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് എന്നാ പറഞ്ഞത്. അപ്പോ ക്രിസ്തു പറയുന്നത് എങ്ങനെയാണ് പിതാവുമായിട്ട് പുത്രൻ ഒന്നായിരിക്കുന്നത്? തന്റെ അഗാധമായ സ്നേഹത്തിലൂടെ, പിതാവും പുത്രനും തങ്ങളിലുള്ള അഗാധമായ സ്നേഹത്തിലൂടെയാണ്. നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം അവർ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു എന്നുള്ളതാ. ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമായിട്ടാണ് അവൻ ഈ മനുഷ്യലോകം, ഈ ലോകം ഉണ്ടായത്. അപ്പോ ആ ദൈവത്തിൽ, അതായത് സ്നേഹത്തിന്റെ ബന്ധത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാകേണ്ട മർമ്മപ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിസ്തീയ വിശ്വാസി അല്ല. ക്രിസ്തീയ വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ദൈവസ്നേഹമാണ്. അങ്ങനെ ദൈവം സ്നേഹമാണ് എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്രിസ്തീയ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്നേഹത്തിൽ ഒന്നായിരിക്കുക, നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക, നമ്മുടെ നാടിനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹത്തിൽ നമ്മൾ അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒന്ന് ചേർന്നിരുന്നു കൊണ്ട് ഈ ദൈവസ്നേഹം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സ്നേഹത്തിൽ ഒന്നായിരിക്കാൻ നമുക്ക് കഴിയണം. താങ്ക് യു.